ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പുറത്ത് നിൽക്കണമെന്നല്ലേ വിനോദൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പുറത്തു നിന്ന അകത്ത് കിടക്കുന്നത് സത്യമായിരിക്കും. സത്യത്തിനെ തടവിലാക്കിയുള്ള ഒരു കുടുംബജീവിതം അതിനെനിക്കാവില്ല. ആ നീരാളി ചുറ്റിയാ പിന്നെ പിടിവിടില്ല, ഓർത്തോ. ഇവനെന്തിനാ ACP ഓഫീസിൽ പോയത്? എന്നിട്ടെന്താ ഇത്ര നേരമായിട്ടും മടങ്ങി വരാത്തത്? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇനി ആക്സിഡന്റ് സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ആ കൊലപാതക കുറ്റം ഏറ്റെടുത്ത് കാണുമോ? എന്റെ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല. ജയനോ സർ, ACP ഇല്ലേ? ACP ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. കുറച്ച് കഴിഞ്ഞേ വരൂ. സർ, എനിക്ക് വിനുവേട്ടനെ ഒന്ന് കാണണമായിരുന്നു. അതിപ്പോ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കരുതെന്നാ ACP പറഞ്ഞിട്ടുള്ളത്. പ്ലീസ് സർ, ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം. ശരി, പെട്ടെന്ന് തന്നെ പൊയ്ക്കോണം. എനിക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാക്കി വെക്കരുത്. ഏയ് ഇല്ല സർ. കയറി കണ്ടു. ആ വിനുവേട്ടാ, വിനുവേട്ടാ, എല്ലാവർക്കും സുഖം. കൂടുതൽ സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. എനിക്ക് ഒരു കാര്യം അറിയണം. ആര് പറഞ്ഞിട്ടാ വിനുവേട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തത്? ഒഴിഞ്ഞു മാറരുത്. ആരുടെ ഭീഷണി ഭയന്ന ഈ കുറ്റം ഏറ്റെടുത്തത്? എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. പറ വിനുവേട്ട. ആരുടെയും ഭീഷണിയില്ലാതെ വിനുവേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നോ? കള്ളം പറയരുത്. അങ്ങനെ ഒരു കാരണമില്ലാതെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് വെറുതെ തല്ലുകൊള്ളേണ്ട ഒരു കാര്യമില്ല വിനുവേട്ട. മറ്റാരുടെ നിർബന്ധം മൂലം ഇത് ചെയ്തിരിക്കുന്നത്? പറ വിനുവേട്ട, ആരിതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്? പ്ലീസ് എന്നോട് സത്യം പറയാ. സത്യം പറയില്ലല്ലേ? എന്നെ വേദനിപ്പിച്ച് അടങ്ങുന്ന നിർബന്ധമാണെങ്കിൽ ഞാനൊരു സത്യം അങ്ങോട്ട് പറയാം. രാജീവിനെ കാറടിച്ച് കൊലപ്പെടുത്തിയത് ഞാനാ, വിനുവേട്ടനല്ല. അതെ, അതാണ് സത്യം. അന്ന് പഞ്ചായത്ത് ഓഫീസിലെ പാർട്ടി മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് എത്തേണ്ട ആവശ്യം അച്ഛനുണ്ടായിരുന്നു. ഓവർ സ്പീഡിൽ കാർ ഓടിച്ചത് ഞാനായിരുന്നു. പന്തനെ താലി കെട്ടാൻ കല്യാണ ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയിലായിരുന്നു രാജീവ്. അന്ന് നല്ല മഴയായിരുന്നു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഓവർ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്ന് എന്റെ കാറിന്റെ നിയന്ത്രണം വിട്ട് രാജീവന്റെ കാറിൽ വന്നിടിച്ചു. ആ ആക്സിഡന്റിലാണ് രാജീവും അമ്മയും കൊല്ലപ്പെട്ടത്. ഞാനാണ് കുറ്റവാളി. ഞാൻ മാത്രമാണ്. ഇല്ല,
അങ്ങനെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ വളരെ വൈകിയാണ് ഞാൻ ഈ സത്യം അറിഞ്ഞത്. അന്ന് കാറിൽ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ നാവെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് സത്യം ബോധ്യപ്പെട്ടത്. കുറ്റം ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് നീറി കഴിയായിരുന്നു ഞാൻ. ഇനിയും എനിക്ക് വയ്യ. എന്റെ മനസ്സാക്ഷിയോട് എനിക്ക് നീതി പുലർത്തണം. അതുകൊണ്ട് വിനോട്ട, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കാൻ പോവാ. വിടു വിനോട്ട. വിടു വിനോട്ട. വിട് വിടു വിനോട്ട. വിടാൻ. വന്ദനയും ദീമോളെ സംരക്ഷിക്കാൻ ഞാൻ പുറത്ത് നിൽക്കണമെന്നല്ലേ വിനോട്ടൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പുറത്തു നിന്ന അകത്ത് കിടക്കുന്നത് സത്യമായിരിക്കും. സത്യത്തിനെ തടവിലാക്കിയുള്ള ഒരു കുടുംബജീവിതം അതിനെനിക്കാവില്ല. ജഗൻ, എന്താ ജഗനിത്? പ്രതിയോട് സംസാരിക്കാൻ ജഗൻ ആരാ പെർമിഷൻ തന്നത്? ആരും പെർമിഷൻ തന്നൊന്നുമില്ല. AGP വരാൻ വൈകുമെന്ന് അറിഞ്ഞപ്പോ കേറി കണ്ടതാ. പാടില്ല. പ്രതി തെറ്റുകാരനാണോ നിരപരാധിയാണോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അയാൾ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഊമയായതുകൊണ്ട് അതിന് കുറെ സമയമെടുക്കും. അതിനു മുമ്പ് പ്രതിയെ ആരും ഒരു വിധത്തിലും സ്വാധീനിക്കാൻ പാടില്ല. അയ്യോ മാഡം, ഞാൻ ബിനുവേട്ടനെ സ്വാധീനിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനായാലും വയലന്റ് ആയത്? മാഡം വേണ്ട, ഒന്നും പറയണ്ട. സി ജഗൻ, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കരുത്. പ്ലീസ്, ജഗൻ ഇപ്പൊ പോണം. പ്രതി സബ് ജയിലിലാണെന്ന് മീഡിയക്കാരോടൊക്കെ പറഞ്ഞത് തന്നെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കാനാണ്. സോ പ്ലീസ് ലീവ്. മാനത്തെ കൊട്ടാ